നമസ്കാരം, ഡിസൈനേഴ്സ് ഹോമിലേക്ക് സ്വാഗതം. കോഴിക്കോട് അരീക്കാടുള്ള ഒരു മനോഹരമായ വീടാണ് ഇന്ന് ഡിസൈനേഴ്സ് ഹോമിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ചെറിയ ഏരിയയിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു വീട് എങ്ങനെ നിർമ്മിക്കാമെന്നതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ വീട്. നമുക്ക് ഈ വീടിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം. കണ്ടംപററി സ്റ്റൈലിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയർ എക്സ്റ്റേണൽ വർക്ക്സ് ഒക്കെ കൂടുതലും സ്ക്വയർ പാറ്റേൺ ആണ് ഫോളോ ചെയ്തിട്ടുള്ളത്. ഈ തൂണുകളും മറ്റും സ്ക്വയർ പാറ്റേണിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എക്സ്പോർട്ട് ക്വാളിറ്റി ഗ്രാനൈറ്റ് ആണ് ഈ ഫ്ലോറിൽ അധികം ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഫ്ലോർ ആക്സിഡൻറ്റ് ഒഴിവാക്കാൻ വേണ്ടി ഈ ബോർഡറിലൊക്കെ ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കൂടുതലും ഗ്രിപ്പ് കിട്ടും. വരാന്തയുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു പെബിൾ കോട്ടിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എക്സ്റ്റീരിയർ വർക്ക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് വീടിൻ്റെ ഫ്രണ്ടേജും ഗാർഡനും ഒക്കെ അതിമനോഹരമായി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. വരാന്തയ്ക്കും ലിവിംഗ് സ്പേസിനും ഇടയിലായിട്ട് ഒരു ഫോയർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. കളർ ലാംപ്സിൻ്റെ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഈ റൂഫിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വീട്ടിനകത്തേക്ക് നാച്ചുറൽ ലൈറ്റ് കൂടുതലായി ലഭിക്കാൻ വേണ്ടിയിട്ട് നല്ല ഉയരം കൂടിയ ജനാലകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് ഈ വീടിൻ്റെ ലിവിംഗ് ഏരിയ. ഡബിൾ ഹൈറ്റഡിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ ഷോക്കേസും മറ്റു കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ചുമരിൽ വൈറ്റ് കളർ പെയിൻ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഫ്ലോറിൽ ഗ്രേപ്പ് കളർ ഉപയോഗിച്ചിരിക്കുന്നു. ഈ ഗ്രേപ്പ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് ഇവിടുത്തെ ഫർണിച്ചറുകളിലും യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഫർണിച്ചറുകളും ഒരു സ്ക്വയർ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. വേവ് ലൈക്ക് ഡിസൈനിലുള്ള വളരെ ഡിഫറെൻറ്റ് ലുക്ക് വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കർട്ടൻസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഈ ലിവിംഗ് സ്പേസിന് വളരെ ഒരു ഡിഫറെൻറ്റ് ലുക്ക് നൽകുന്നതാണ്. ലിവിംഗ് സ്പേസിന് ചേർന്ന് തന്നെയാണ് ഈ ഡൈനിങ് സ്പേസും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഫർണിച്ചറുകളിൽ പോലും ഒരു സ്ക്വയർ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വാഷ് ബേസിനും അറ്റാച്ച്ഡ് ബാത്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നു. കിച്ചണുമായിട്ട് ഒരു കണക്ഷന് വേണ്ടിയിട്ട് ഈ ഡൈനിങ് സ്പേസിന് ഒരു സ്മോൾ വിൻഡോ അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഡൈനിങ് സ്പേസിനോട് ചേർന്നുള്ള വാഷ് ബേസിനാണിത്. മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള വാഷ് ബേസിനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ഒരു മോഡുലാർ കിച്ചണാണിത്. മറൈൻ പ്ലൈവുഡ്സ് ആണ് ഈ ക്യാബിൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലാക്ക് ഗ്രാനൈറ്റ് കൊണ്ടാണ് ഈ സ്ലാബുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഈ അടുക്കളയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഒരുക്കിയിരിക്കുന്നു.
ടോട്ടൽ 4 ബെഡ്റൂംസ് ആണ് ഈ വീട്ടിലുള്ളത്. ഇത് മാസ്റ്റർ ബെഡ്റൂം. മറൈൻ പ്ലൈവുഡിൽ വീനർ പേസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കിയ വാർഡ്രോബ്സും കോട്ടുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഫർണിച്ചറിന് സ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഓറഞ്ച് മിക്സ്ഡ് ആയിട്ടുള്ള പെയിൻ്റാണ് ഈ വാൾസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാൾസിന് അതേ കളർ സ്യൂട്ട് ചെയ്യുന്ന പെയിൻറ്റിങ്സും അവിടെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ ചുമര് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന 4 പാളി ജനലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ റൂമിലേക്ക് കൂടുതൽ വെന്റിലേഷന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ജനലുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഫ്ലോറിന് തൊട്ട് മുകളിലായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലൈറ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇത്തരം ഡോറുകളാണ്. മിൽക്കി ടഫ് ആൻഡ് ഗ്ലാസ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു മുറിയിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ എല്ലാ മുറികളിലേക്കും ഇതിൻ്റെ പ്രകാശം ലഭിക്കും. എല്ലാ റൂമുകളിലും ഇൻക്ലൂഡിങ് ബാത്റൂം ഇത്തരത്തിലുള്ള ഡോറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലൈറ്റ് ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ പോലും അകത്തുള്ള ഇമേജ് പുറത്തേക്ക് ലഭിക്കുകയില്ല. ഇരുൾമരം കൊണ്ടാണ് ഈ വാതിലുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. സിംഗിൾ വുഡിൽ തീർത്ത ഫ്രെയിമാണെന്ന് തോന്നുമെങ്കിലും വുഡ് കട്ട് ചെയ്ത് ഇത്തരത്തിൽ പേസ്റ്റ് ചെയ്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഫോൾഡ് ടൈപ്പ് സ്റ്റെയർ കേസാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ലെതർ ഫിനിഷ്ഡ് എക്സ്പേർട്ട് ക്വാളിറ്റി ഗ്രാനൈറ്റ് കൊണ്ടാണ് ഈ സ്റ്റെപ്സൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. തേക്കുമരം കൊണ്ടാണ് ഈ ഹാൻഡ് റെയിൽസ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ലെഗ്സ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലെ കാഴ്ചകളിലേക്ക് പോകാം. സ്റ്റെയർ കേസ് കയറി നേരെ എത്തുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. ഡൈനിങ് സ്പേസിലേക്കും ലിവിംഗ് സ്പേസിലേക്കും വ്യൂ കിട്ടുന്ന തരത്തിലാണ് ഈ ലിവിംഗ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് തേക്ക് മരത്തിൽ തീർത്ത ഹാൻഡ് റെയിൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഫ്ലോറിന് സ്റ്റെയിൻ ഫ്രീ വെർട്ടിഫൈഡ് ടൈൽസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രാനൈറ്റ് ഇവിടെ സ്കേർട്ടിംഗ് വർക്കിനും ബോർഡർ വർക്കിനുമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ലാമ്പുകളുടെ ഒരു വിഷ്വൽ മാജിക് തന്നെ നമുക്ക് ഈ വീട്ടിൽ കാണാൻ സാധിക്കും. നാച്ചുറൽ ലൈറ്റും കാറ്റും ഒരുപാട് ലഭിക്കുന്ന തരത്തിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ വളരെ പ്ലസൻറ്റ് ഫീൽ ലഭിക്കുന്ന തരത്തിലുള്ള പെയിൻറ്റിങ്സുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
വിദേശത്ത് ബിസിനസ് ചെയ്യുന്ന ആസിഫ് എന്ന വ്യക്തിയുടെ വീടാണിത്. സർ, കുടുംബാംഗങ്ങളൊന്ന് പരിചയപ്പെടുത്താം. ഇത് വൈഫ് റുക്സാന, ഇത് മകൻ ജാസിൽ, ഇത് അഖിൽ, ഇത് ചെറിയൊരു മോളാണ്. ഇപ്പോൾ 7 ദിവസമായിട്ടുള്ളൂ പ്രായം. സർ, സ്വന്തമായി വീട് പണിയുമ്പോൾ എന്തൊക്കെ സങ്കല്പങ്ങളായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? അതായത് എൻ്റെ മനസ്സിൽ എന്താ വെച്ചാൽ കോണ്ടംപററി സ്റ്റൈലും ട്രഡീഷണൽ സ്റ്റൈലും സിമ്പിളായിട്ടുള്ള ലൈറ്റ് കളേഴ്സിൽ ചെയ്യാനാണ് സങ്കല്പത്തിലുണ്ടായിരുന്നത്. ഏകദേശം അതുപോലെ ചെയ്തെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സർ, ഈ വീട് ഡിസൈൻ ചെയ്ത് തരാം. ഇതിൻ്റെ ആർക്കിടെക്ട് എന്ന് പറയുന്നത് ദിനേശ് എന്നാണ്, മിസ്റ്റർ ദിനേശ്, മിഡ്ലാൻഡ് ബിൽഡേഴ്സ്. അദ്ദേഹമാണ് ഇതിൻ്റെ ആർക്കിടെക്ട്. ഈ വീടിൻ്റെ ഫ്ലോറും മറ്റു ഫർണിച്ചറുകളൊക്കെ സെയിം കളർ പാറ്റേൺ ആണല്ലോ ഫോളോ ചെയ്യുന്നത്. ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്തായിരുന്നു? അല്ല, ഏകദേശം എൻ്റെ മനസ്സിൽ എൻ്റെ സങ്കല്പപ്രകാരം തന്നെ ഫർണിച്ചറും മറ്റുള്ള കേട്ടനായാലും ഫ്ലോറായാലും ഏകദേശം മാച്ചാകുന്ന രൂപത്തിലാണ് എല്ലാ കളറും സെലക്ട് ചെയ്തതും. ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് ആണ്? ഇത് 2475 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. ഇത് തുടക്കത്തിൽ 2800 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു പ്ലാൻ വരച്ചത്. പിന്നെ അത് നമുക്ക് തോന്നി കുറച്ചും കൂടി ഒന്ന് റെഡ്യൂസ് ചെയ്യാമെന്ന് തോന്നി. പിന്നെ ഇത് പ്ലാൻ 2-3 തവണ ഡിസ്കഷൻ വെച്ചിട്ടാണ് ഇത് 4th തവണയാണ് ഇത് ഫൈനലൈസ് ചെയ്തത്. പിന്നെ നമ്മളെ ഏരിയക്ക് അനുസരിച്ചിട്ടാണ് ഞാൻ വീട് വെക്കാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ സംഗതികൾ നടന്നിട്ടുണ്ട്. സ്ക്വയർ പാറ്റേൺ എല്ലാ കാര്യത്തിലും ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നു. കോൺക്രീറ്റ് കൂടുകളുടെ ശ്വാസമുട്ടലുകളില്ലാതെ എയർ സർക്കുലേഷന് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ കേരളത്തിൻ്റെ പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങുന്ന രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.